ബലിപ്പെരുന്നാൾ അടുത്തെത്തിയ ഈ സമയത്ത് പശുവിനെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് അധ്യക്ഷൻ മൗലാന അർഷദ് മദനിയുടെ ആവശ്യത്തിന് ഉത്തർപ്രദേശിലെ പ്രമുഖ മുസ്ലിം സംഘടനകളും പിന്തുണ നൽകുകയാണ്. പശുവിനെ ദേശീയ മൃഗമാക്കുന്നത് വഴി ഗോവധത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ ചൂഷണങ്ങൾ തടയാൻ സാധിക്കുമെന്നും പശുവിന്റെ പേരിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളും മറ്റ് ആക്രമണങ്ങളും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുമെന്നും ഈ സംഘടനകൾ വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയൊരു പൊതുസമ്മതി രൂപീകരിക്കാനാണ് ചില സംഘടനകൾ ശ്രമിക്കുന്നത്. കൂടാതെ ഈ ആവശ്യം പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനും അവർ പദ്ധതിയിടുന്നുണ്ട്. ബക്രീദിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മുസ്ലിം സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന മദനിയുടെ ആവശ്യത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ദേശീയ അധ്യക്ഷൻ മൗലാന ഷഹാബുദ്ദീൻ റസ്വി പൂർണ്ണമായും പിന്തുണച്ചു. ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ പൊതുധാരണ ഉണ്ടാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അതിനായി പ്രമുഖ സംഘടനകളുടെ യോഗം ഉടനെ ഡൽഹിയിൽ വിളിച്ച് ചേർക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അവിടെ വെച്ച് തയ്യാറാക്കുന്ന സംയുക്ത നിവേദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഉന്നത നേതൃത്വത്തിന് സമർപ്പിക്കും. ഗവൺമെന്റ് ഈ ആവശ്യം ഉടനടി അംഗീകരിക്കണമെന്നും അത് രാജ്യത്തുടനീളം ഗോവധവുമായി ബന്ധപ്പെട്ട നയങ്ങളിൽ ഏകീകരണം കൊണ്ടുവരുമെന്നും റസ്വി അവകാശപ്പെട്ടു. ഇറച്ചി വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഖുറേഷി സമുദായത്തിന്റെ പ്രമുഖ സംഘടനയായ ഓൾ ഇന്ത്യ ഖുറേഷി ജമാഅത്തിന്റെ അധ്യക്ഷൻ സിറാജ് ഖുറേഷിയും ഈ ആവശ്യത്തെ പരസ്യമായി പിന്തുണച്ചു. ബക്രീദിന് മുന്നോടിയായി ഗോവധ വിഷയം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുകയാണെന്നും പശ്ചിമ ബംഗാളിലെ സമീപകാല സംഭവങ്ങൾ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. പശുവിനെ ദേശീയ മൃഗമാക്കാൻ തങ്ങളുടെ സംഘടന മുൻപും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറയുന്നു. 2027 ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷൻ നടക്കാനിരിക്കെ ബലിപ്പെരുന്നാൾ സമയത്ത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരമൊരു ആവശ്യം ഉയർന്നു വന്നത് രാഷ്ട്രീയ വൃത്തങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. സാധാരണയായി ഹൈന്ദവ സംഘടനകളാണ് ഇങ്ങനെയുള്ള ആവശ്യം ഉന്നയിക്കാറുള്ളത്. പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന ആവശ്യം ന്യായമാണെന്നും സർക്കാർ ഇത് ആത്മാർത്ഥതയോടെ നടപ്പാക്കണമെന്നും ഓൾ ഇന്ത്യ ഷിയ പേഴ്സണൽ ലോ ബോർഡ് നാഷണൽ ജനറൽ സെക്രട്ടറി മൗലാന യാസൂബ് അബ്ബാസും ആവശ്യപ്പെട്ടു. ചില സംസ്ഥാനങ്ങളിൽ പശുക്കളെ യാതൊരു നിയന്ത്രണവുമില്ലാതെ കശാപ്പ് ചെയ്യുകയും ഇറച്ചി വിൽക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ പശുവിന്റെ പേരിൽ മനുഷ്യജീവനുകൾ എടുക്കുന്ന അവസ്ഥയാണുള്ളത്. ഇത് മാറണമെന്നും സർക്കാരിന്റെ നയങ്ങളിൽ ഈ വ്യക്തത കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് അധ്യക്ഷൻ മൗലാന അർഷദ് മദനി തന്റെ ദീർഘകാലമായുള്ള ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചത്. പശുവിനെ കൊല്ലാനായി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും പശുവിറച്ചി കച്ചവടം നടത്തുന്നവർക്കുമെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് പുതിയൊരു ആവശ്യം അല്ലെന്നും 2014 മുംബൈയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ മദനി ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും സംഘടനയുടെ ഉത്തർപ്രദേശ് ഘടകം നിയമോപദേശകൻ മൗലാന കാം റഷീദി ചൂണ്ടിക്കാട്ടി. സമീപ വർഷങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകളും ഈ ആവശ്യം ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ പുരോഗതി ഇനിയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. പശു ദേശീയ മൃഗമാണെന്ന രീതിയിൽ സംഘപരിവാർ പ്രവർത്തിക്കുന്നുണ്ട്. പശുവിറച്ചി കയ്യിൽ വെച്ച മുസ്ലിങ്ങളെ ആക്രമിക്കും, വേണ്ടി വന്നാൽ തല്ലിക്കൊല്ലും. എന്നാൽ പശുവിനെ ദേശീയ മൃഗമായി അംഗീകരിച്ച് സംരക്ഷിക്കാൻ പറഞ്ഞാൽ അതിനെ അവർ പിന്തുണക്കുന്നില്ല. കാരണം പശുവിനെ കശാപ്പ് ചെയ്ത ആ ഇറച്ചി വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് വലിയൊരു ബിസിനസ്സാണ്. അത് മാത്രവുമല്ല, ഇടയ്ക്കിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനുള്ള സംഘപരിവാറിന്റെ ഒരു തുറുപ്പുചീട്ട് കൂടിയാണ് ഈ പശുക്കൾ.